അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം: വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക, അത് എൻ്റെ മേൽ എത്തിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണിത്. അതുപോലെ തിർമിദി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം: നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാണ് എന്നോട് ഏറ്റവും അടുത്തവർ. ആ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. എന്റെ മേൽ ആരാണോ സ്വലാത്ത് അധികരിപ്പിക്കുന്നത് അവര് ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് എന്ന്. നമ്മളെല്ലാവരും സ്വലാത്ത് ചൊല്ലുന്നവരല്ലേ? പക്ഷേ ഈ അധികരിപ്പിച്ച കൂട്ടത്തിൽ ഞാനോ നിങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം: നിങ്ങൾ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, നിങ്ങൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് 10 അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് എന്ന്. അപ്പോ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാനും നമ്മുടെ പദവി ഉയർത്തപ്പെടാനും സ്വലാത്ത് ഒരു കാരണമാകുന്നുണ്ട് അല്ലെ? ആ സ്വലാത്തിന് വേണ്ട പ്രാധാന്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടോ? ഒരു സ്വലാത്ത് കൊണ്ട് നമ്മുടെ 10 ദോഷങ്ങൾ മായ്ക്കപ്പെടും, 10 നന്മകൾ നമുക്ക് എഴുതപ്പെടും, 10 പദവി നമുക്ക് ഉയർത്തപ്പെടും. അങ്ങനെയാണെങ്കിൽ 10 സ്വലാത്ത് ചൊല്ലിയാലോ നമ്മുടെ 100 പദവി ഉയർത്തപ്പെടും, 100 പാപങ്ങൾ മായ്ക്കപ്പെടും, 100 പദവി നമുക്ക് ഉയർത്തപ്പെടും, 100 ഗുണങ്ങൾ നമ്മൾക്ക് നൽകപ്പെടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് 1000 സ്വലാത്ത് ചൊല്ലാൻ സാധിച്ചാലോ നമ്മുടെ 10,000 നന്മകൾ ഉയർത്തപ്പെടും, 10,000 ദോഷങ്ങൾ നമുക്ക് മായ്ക്കപ്പെടും, 10,000 പദവികൾ നമുക്ക് ഉയർത്തപ്പെടും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ സ്വലാത്തിനെ വേണ്ട രീതിയിൽ ഉപകാരപ്രദമാക്കാൻ, നമുക്ക് വേണ്ട പോലെ അതിനുപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ മേൽ എത്തിക്കപ്പെടും, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കുക. നമ്മുടെ സ്വലാത്ത് ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് മലക്കുകൾ കൊണ്ടുപോയി എത്തിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ ഇമാജിനേഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നോക്ക്. അത് എത്ര മനോഹരാണ് അല്ലേ? നമ്മൾ ചെല്ലാറുണ്ടോ? പോട്ടെ, ഇത്ര വെള്ളിയാഴ്ചകൾ കടന്നുപോയി, അല്ലെങ്കിൽ എത്ര ദിവസങ്ങൾ, നമുക്ക് എത്ര വയസ്സായി, നമ്മൾ ഇത്രയും വർഷത്തിനിടയ്ക്ക് സ്വലാത്ത് കൊണ്ട് അധികരിപ്പിച്ച് നാളെ ഖിയാമത്ത് നാളിന്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ വലത്തോട്ട് നോക്കിയാൽ കോടിക്കണക്കിന് ആളുകൾ, ഇടത്തോട്ട് നോക്കിയാൽ കോടിക്കണക്കിന് ആളുകൾ, മുന്നിലും ബാക്കിലും ഒരുപാട് ജനക്കൂട്ടങ്ങൾ, പല രീതിയിൽ, പല കോലത്തിൽ, പല ഭാവത്തില് അല്ലെ? ചില ആളുകൾ ഹർഷിന്റെ തണലിൽ സുരക്ഷിതരാണ്, മറ്റു പലരും ഓടുകയാണ്. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് ആണ് നാളെ പരലോകത്തുണ്ടാവുക അല്ലെ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും അനിവാര്യതയാണ് അല്ലെ? അവിടുത്തെ ഷഫാത്ത് നമുക്ക് കിട്ടിയേ പറ്റൂ, അവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് എനിക്ക് നാളെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്തപ്പെടാൻ സാധിക്കുക? വലത് സൈഡിലൂടെ പോണോ, ഇടത് ഭാഗത്തൂടെ പോണോ, മുന്നിലേക്ക് നടക്കണോ, ബാക്കിലേക്ക് നടക്കണോ? എല്ലാവരും കൺഫ്യൂഷനിലായിരിക്കും. അവിടെ നമുക്ക് കൂട്ടിന് വരുന്നത് സ്വലാത്താണ്. ആരാണോ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവര്, അവർ എൻ്റെ അടുത്തിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ള വഴി കാണിക്കാൻ നമുക്ക് സ്വലാത്ത് ഒരു കാരണമായി മാറും. അതൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെ വിട്ടുകളയുന്നത്? മുറുകെ പിടിക്കുക, സ്വലാത്തിനെ മുറുകെ പിടിക്കുക. നമ്മളുടെ പദവി ഉയരാനും നാളെ വലിയ ദർജയിലെത്താനും അത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു അമല് അത് സ്വലാത്ത് മാത്രമാണ്. നമ്മുടെ മറ്റുള്ള അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് നമ്മുടെ ആ ആത്മാർത്ഥതയ്ക്കും നമ്മുടെ ഹിലാസിനും അനുസരിച്ചിരിക്കും അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾ. പക്ഷെ എങ്ങനെ ചൊല്ലിയാലും, അശ്രദ്ധയിൽ ചൊല്ലിയാലും, ശുദ്ധിയിൽ ചൊല്ലിയാലും, അശുദ്ധിയിൽ ചൊല്ലിയാലും, എങ്ങനെ ചൊല്ലിയാലും സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമല് അതും സ്വലാത്ത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് അത് വിട്ടുകളയുന്നത്? മുറുകെ പിടിക്കുക. നമ്മൾ ഇന്നു മുതൽ 100 സ്വലാത്തെങ്കിലും ചൊല്ലാത്ത ഒരാളായി മാറരുത്. ഇന്നു മുതൽ സ്വലാത്തിന്റെ എണ്ണം അധികരിപ്പിക്കുക. ആ അധികരിച്ചവരുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ എല്ലാ ദിവസവും 100 ചൊല്ലുന്ന ആള് ഇനി 500 ആക്കണം, 500 ചൊല്ലുന്നവര് 1000 ആക്കണം, 1000 ചൊല്ലുന്നവർ 10,000 ആക്കണം. ഇങ്ങനെ നമ്മൾ ഇനി എത്ര കാലം ജീവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷെ എത്ര കാലം ജീവിച്ചാലും മുന്നോട്ടുള്ള യാത്രയിൽ ഓരോ ദിവസവും സ്വലാത്തിന്റെ എണ്ണം 10 അധികരിപ്പിച്ച്, അങ്ങനെ അധികരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം, നമ്മുടെ മക്കളോട് സ്വലാത്ത് ചൊല്ലാൻ പറയണം. ഇന്നു മുതൽ ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലിയിട്ടില്ലെങ്കിൽ നിനക്ക് ഇന്ന് ചോറില്ല എന്ന് നിങ്ങൾ പറഞ്ഞോ? ഇന്നു മുതൽ നീ ഒരു 100 സ്വലാത്ത് ചൊല്ലിയിട്ട് പഠിച്ചാൽ മതി. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 100 സ്വലാത്ത് ചൊല്ലാൻ എളുപ്പത്തിൽ സാധിക്കും. 24 മണിക്കൂറിൽ, ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 12 മണിക്കൂർ എന്താണ്? 12 മണിക്കൂർ പകലാണ്. അതിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അധികരിച്ചടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാറ്റിവെക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ലോക പരാജയം. അതുകൊണ്ട്
ഇന്നു മുതൽ ഉറച്ച തീരുമാനം എടുക്കുക. ഇന്നു മുതൽ നമ്മളെല്ലാവരും 100 സലാത്തെങ്കിലും ചൊല്ലിയിരിക്കും. അത് നാളെ മുതൽ അതിന്റെ എണ്ണം അധികരിപ്പിക്കും. ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ കുട്ടികളെ സലാത്തിന്റെ ആളുകളാക്കി വളർത്തുക. 10 സലാത്ത് ചൊല്ലാൻ കുഞ്ഞു മക്കളോട് ആവശ്യപ്പെടുക. കുറച്ച് മുതിർന്നവരാണെങ്കിൽ 100 സലാത്ത് ചൊല്ലണമെന്ന് നിർബന്ധമായി പറയുക. അങ്ങനെ അങ്ങനെ എല്ലാവരും സലാത്തിന്റെ ആളുകളായി മാറട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം വർഷിപ്പിച്ച് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.